ഹലോ എവരി വൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ നടത്തുന്ന മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ എസ്ഐക്ക് സബ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഇപ്പൊ ഒരു 5 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം, എങ്ങനെ നമുക്ക് ആ മാർക്ക് ഫുൾ സ്കോർ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും, അതായത് 5 മാർക്കിന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഫസ്റ്റ് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്തൊരു എസ് എഴുതുമ്പോഴും ഒരു സ്ട്രക്ചർ വേണം, ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ കുറച്ചുകൂടി ഇംപ്രഷൻ ഉണ്ടാവും പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസാസ്റ്റർ എന്താന്ന് നോക്കാം. ഡിസാസ്റ്റർ എന്താ? A disaster is an event that causes serious harm to people, buildings, economics, or the environment, and the affected community cannot handle it alone. എന്ന് വെച്ചാൽ എന്താ, മനുഷ്യർക്കോ ജീവജാലങ്ങൾക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സറൗണ്ടിങ്സ്, ബിൽഡിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഗുരുതരമായ ഒരു ദോഷം ഉണ്ടാക്കുന്ന ഒരു ഇവന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് അവർക്ക് ആവശ്യമായിട്ട് വരും. അത് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എപ്പോഴും ഡിസാസ്റ്റർ എന്ന് പറയുന്നത്, അല്ലേ? അതിനെയാണ് നമ്മളിപ്പോ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വയനാട്ടിൽ തന്നെ കേസ് എടുക്കാം. ഇപ്പൊ വയനാട്ടിൽ കേസ് എടുക്കുമ്പോൾ എന്താ, അവർക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വന്നു ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച സമയത്ത്. അതാണ് എന്ത്, ഡിസാസ്റ്റർ. അപ്പോ ഈ ഒരു ഡെഫിനേഷൻ എന്ത് ചെയ്യാ, എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, ഡിസാസ്റ്ററിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്റർ, പിന്നെ ഒന്ന് എന്താ, മാൻമേഡ് ഡിസാസ്റ്റർ. നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു നാച്ചുറൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഡിസാസ്റ്ററിനെയാണ് നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, ഫോറസ്റ്റ് ഫയർ, സുനാമി, ഫ്ലഡ്, അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം, അല്ലെ? അതൊക്കെ എഴുതാം. അതേപോലെ മാൻമേഡ് ഡിസാസ്റ്ററിൽ എന്താ, ബയോളജിക്കൽ അറ്റാക്സ്, വാറ്, അതേപോലെ ആക്സിഡൻസ്, ഇതൊക്കെ എന്താണ്, മാൻമേഡ് ഡിസാസ്റ്റർ ആണ്. ഇനി നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താ, ഒരു നാച്ചുറൽ ഫോഴ്സ് ഉണ്ട്, കോസ്ഡ് ബൈ എ നാച്ചുറൽ ഫോഴ്സ്, അതാണ് നാച്ചുറൽ ഡിസാസ്റ്റർ. പക്ഷെ മാൻമേഡ് ആണെങ്കിലോ, മാൻസിന്റെ അതായത് ഹ്യൂമൻ ബീങ്സിന്റെ ആക്ടിവിറ്റീസ് മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്ററുകളെയാണ് നമ്മൾ എപ്പോഴും എന്തെന്ന് പറയുന്നത്, മാൻമേഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഒരിക്കലും നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത്, നാച്ചുറൽ ഡിസാസ്റ്റർ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ എഫക്ട് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ എഫക്ട് മിനിമൈസ് ചെയ്യാനേ പറ്റുള്ളൂ, പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് മാൻമേഡ് ഡിസാസ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും, കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ്ങും പ്രിവെൻഷൻ മെത്തേഡും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഓർത്തിക്കാം. നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ ആണെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല, മാൻമേഡ് ആണെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് ഫ്ലഡ്, സുനാമി, ലാൻഡ് സ്ലൈഡ്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതേപോലെ തന്നെ മാൻമേഡ് ആണെങ്കിൽ എന്താ, അറ്റാക്സ്, ന്യൂക്ലിയർ അറ്റാക്സ് അല്ലെങ്കിൽ കെമിക്കൽ അറ്റാക്സ്, പിന്നെ വാർ, ആക്സിഡൻസ്, ഇതൊക്കെ എന്താ, മാൻമേഡ് ഡിസാസ്റ്റർ ആണ്. ഓക്കെ, ഇനി 5 മാർക്കിന് ചോദിക്കുന്ന സംഭവം ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താ, എന്ത് ഡിസാസ്റ്റർ ഇത് ചോദിച്ചാലും ഇപ്പൊ 5 മാർക്കിന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു 10 മാർക്കിന് എസ് ആയിട്ട് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഡിസാസ്റ്റർ സൈക്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസാസ്റ്റർ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താ, ഇതിന് 2 ഫേസ് ഉണ്ട്. ഒന്ന് റിസ്ക് മാനേജ്മെന്റ് ഫേസും പിന്നെ ഒന്ന് ക്രൈസിസ് മാനേജ്മെന്റ് ഫേസും. റിസ്ക് മാനേജ്മെന്റ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താ, അത് നമ്മളെപ്പോഴും ഡിസാസ്റ്റർ മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഡിസാസ്റ്ററിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ് കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അതാണ് എന്ത്, റിസ്ക് മാനേജ്മെന്റ് ഫേസിലുള്ളത്. അതായത് ബിഫോർ ഡിസാസ്റ്റർ ആണ് റിസ്ക് മാനേജ്മെന്റ് ഫേസ്. ഇനി ക്രൈസിസ് മാനേജ്മെന്റ് എന്താ, ആഫ്റ്റർ ഡിസാസ്റ്റർ ആണ്. അതായത് ഡിസാസ്റ്റർ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യം, അത് റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്നുള്ള റിക്കവറി, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ക്രൈസിസ് മാനേജ്മെന്റ് ഫേസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിള്. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിൽ ആദ്യം വന്നത് എന്താ, പ്രിവെൻഷൻ. റിസ്ക് മാനേജ്മെന്റില് സൈക്കിളില് റിസ്ക് മാനേജ്മെന്റിൽ ആദ്യം വന്നത് പ്രിവെൻഷൻ, പിന്നെ മിറ്റിഗേഷൻ, പിന്നെ പ്രിപ്പയർനെസ്. ഓക്കെ, പിന്നെ ഡിസാസ്റ്റർ സംഭവിച്ചു, ഡിസാസ്റ്റർ ഇമ്പാക്ട്, അത് എന്ത് വരും, ആദ്യം റിലീഫ് അല്ലെങ്കിൽ റെസ്പോൺസ്, പിന്നെ റിക്കവറി, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ്
സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു ഇതില്? രണ്ട് ഫേസ് ഉണ്ട്. ഒന്ന് റിസ്ക് മാനേജ്മെന്റ് ഫേസും, രണ്ട് ക്രൈസിസ് മാനേജ്മെന്റ് ഫേസും. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ബിഫോർ ഡിസാസ്റ്റർ. ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ആഫ്റ്റർ ഡിസാസ്റ്റർ. ഓക്കെ, ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കാം. ഇനി ഇതിൽ ഓരോന്നും എന്താന്ന് നോക്കാം. റിസ്ക് റിഡക്ഷൻ ഫേസ്. ആദ്യത്തെയാണ് റിസ്ക് റിഡക്ഷൻ ഫേസിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെയാണ് പ്രിവെൻഷൻ, പിന്നെ മിറ്റിഗേഷൻ, പിന്നെ പ്രിപ്പയർനെസ്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്. ഇനി ഇത് ഓരോന്നും എന്താണ് നമുക്ക് എഴുതാം. ഇപ്പൊ ഒരു 5 മാർക്കിന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ പറ്റില്ല. ഒരു 2 മാർക്കിനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതാം. ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. ഇനി ഒരു 5 മാർക്കിന് ചോദിക്കണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെയാണ് പ്രിവെൻഷൻ. പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ? എന്തെങ്കിലും ഒരു ഡിസാസ്റ്ററിൽ നിന്ന് നമുക്കൊരു പെർമനന്റ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പെർമനന്റ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പ്രിവെൻഷനിൽ ഉൾപ്പെടുത്തണം. അതായത് എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നാച്ചുറൽ ഡിസാസ്റ്ററിൽ എന്തില്ല, ഈ പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് പോസിബിൾ അല്ല. നമുക്കിത് മാൻമെയ്ഡ് ഡിസാസ്റ്ററിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ സച്ച് ആസ് റോഡ് ആക്സിഡൻസ്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പ്രിവെൻഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് എടുക്കുന്നത് വഴി നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അതായത് കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാ? ഒന്ന്, സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ട്രാഫിക് റൂൾസ്, അല്ലെ? അതേപോലെ തന്നെ റൂൾസ് വയലേറ്റ് ചെയ്യുന്നവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പണിഷ്മെന്റ് കൊടുക്കുക. ഇതൊക്കെ എന്താണ്? ആക്സിഡൻസ് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ അല്ലേ? അപ്പൊ നമുക്ക് റൂൾസ് ഒക്കെ എൻഫോഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ടും അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫേംസിന്, അതായത് സേഫ്റ്റി മെഷേഴ്സ് കറക്റ്റ് ആയിട്ട് പാലിക്കാത്ത ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യരുത്? ലൈസൻസ് ഇഷ്യൂ ചെയ്യരുത്. അതേപോലെ തന്നെ അഫോറസ്റ്റേഷൻ, ഡിഫോറസ്റ്റേഷൻ എന്താണ്? ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്, അല്ലെ? അപ്പൊ അത് അഫോറസ്റ്റേഷൻ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ് പ്രിവെൻഷനിൽ വരുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്പുകളാണ്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറേ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇച്ചിരി കൂടി വേണമെങ്കിൽ ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇപ്പൊ എസ്സേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോയിന്റ്സ് ഒക്കെ ഇച്ചിരി കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാനും ഇച്ചിരി കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതാനും പറ്റും. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മുടെ പോർഷൻ ആണ് എന്ത്? പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഏത്? മിറ്റിഗേഷൻ. ആദ്യം നമ്മൾ പറഞ്ഞു മറ്റേത് എന്താ? പെർമനന്റ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് പ്രിവെൻഷൻ. ഇനി അടുത്തതാണ് എന്ത്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകളാണ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മിറ്റിഗേഷൻ എന്താ? അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് എന്തൊക്കെയാ? ഒന്ന്, ലാൻഡ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് അല്ലെങ്കിൽ പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്ന് ചെയ്യാം. പ്ലാനിങ് ഒക്കെ ലാൻഡ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഫ്ലഡ് ഒക്കെ ഉണ്ടാവുന്ന ഏരിയയിലാണെങ്കിൽ എന്താ, എന്തെങ്കിലും ബിൽഡിങ്സ് ഒക്കെ പണിയുമ്പോൾ ഒന്ന് പില്ലർ ഇട്ട് ഇച്ചിരി ഹൈറ്റിൽ പണിയാം. അങ്ങനെ ലാൻഡ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ബിൽഡിംഗ് കോഡ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുക. അതേപോലെ തന്നെ സേഫ്റ്റി ഹെൽത്ത് സർവീസസ് ഒക്കെ എൻഷുർ ചെയ്യുക. അതേപോലെ വാട്ടർ സപ്ലൈ, സീവേജ് സിസ്റ്റം, ഇതൊക്കെ എന്ത് ചെയ്യുക? എൻഷുർ ചെയ്യുക. ഇതൊക്കെ എന്തിൽ വന്നതാണ്? മിറ്റിഗേഷനിൽ വന്നതാണ്. അപ്പൊ മിറ്റിഗേഷൻ എന്തിനായിരുന്നു നമ്മൾ ചെയ്യുന്ന? നെഗറ്റീവ് ഇമ്പാക്ട്, ഒരു ഡിസാസ്റ്ററിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു, അല്ലെ? പ്രിവെൻഷനും കഴിഞ്ഞു, മിറ്റിഗേഷനും കഴിഞ്ഞു. ഇനി അടുത്തതാണ് എന്ത്? പ്രിപ്പയർനെസ്. പ്രിപ്പയർനെസ് എന്ന് പറയുമ്പോൾ എന്താ? ഈ സ്റ്റേജിലാണ് എന്ത്? ട്രെയിനിങ്, അതേപോലെ തന്നെ പ്ലാനിങ്, ഇതൊക്കെ വരുന്ന ഒരു ഫേസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റിസ്ക് ഉള്ള ഏരിയ ആണ്. ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ജപ്പാനൊക്കെ എപ്പോഴും ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആണ്, അല്ലെ? അതിനൊക്കെ അവരെന്താ, ഒരു ഡിസാസ്റ്റർ വരുമെന്ന് വിചാരിച്ച് തന്നെ അതിന് പ്രിപ്പയർ ആയിട്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അതിന്റെ ഇമ്പാക്ട് ഭയങ്കര അധികം കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പ്രിവെൻഷനിൽ പ്രിപ്പയർനെസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ഇവാക്വേഷൻ ഓഫ് ഏരിയ. അതായത് ഇവാക്വേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? അതായത് നമ്മൾ ആ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിന് നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. പെട്ടെന്ന് എങ്ങനെ നമ്മൾ ഇപ്പൊ ഇവാക്വേഷൻ ഡ്രിൽസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കാം. അതൊക്കെയാണ് പ്രിപ്പയർനെസ്സിൽ വേണ്ടത്. പിന്നെന്താ?
വാണിംഗ് സിസ്റ്റംസ്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു വാണിംഗ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈറം പോലത്തെ എന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ, അവിടെ ഉള്ള ആ ഏരിയയിലുള്ളവരൊക്കെ എന്തായിരിക്കണം, അതായിട്ട് ഫെമിലിയർ ആയിരിക്കണം. എന്നാലാണ് അവർക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? അതേപോലെ തന്നെ പബ്ലിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ ഇതിൽ വന്നതാണ്, പ്രിപ്പയർനെസ്സിൽ വന്നതാണ്. ഇങ്ങനെ ഒരു എന്താ, ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമുക്കത് അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് എന്താ ഓൾറെഡി അവിടെയുള്ള ആൾക്കാർ എന്തായിരിക്കണം, അവെയർ ആയിരിക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ്, പബ്ലിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, ഇതൊക്കെ ഏതിൽ വന്നതാ, പ്രിപ്പയർനെസ്സിൽ വന്നതാ. അപ്പൊ ആദ്യത്തെ ഫേസ് കഴിഞ്ഞു. ഏതാ, റിസ്ക് റിഡക്ഷൻ ഫേസ്. റിസ്ക് റിഡക്ഷൻ ഫേസിൽ വന്നതാണ് ഏതൊക്കെ, പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്. ഇപ്പൊ ഓരോ കാര്യങ്ങൾ എന്താന്ന് എഴുതാം. ആദ്യം നമ്മള് ഇങ്ങനെ ഫേസ് ഉണ്ടെന്ന് എഴുതി, ആദ്യം തന്നെ എന്ത് ചെയ്യണം, ആ സൈക്കിള് വരയ്ക്കണം. അതുപോലെ തന്നെ സൈക്കിള് നമ്മൾ വരയ്ക്കണം. എന്നിട്ട് അതിൽ നിന്നുള്ള ഓരോ പോയിന്റ്സും എടുത്ത് എഴുതാം. ആദ്യം പ്രിവെൻഷൻ എഴുതാം, അതിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് മെഷേഴ്സിന്റെ എക്സാമ്പിൾ കൊടുക്കുക, അതേപോലെ മിറ്റിഗേഷൻ കൊടുക്കുക, അത് കഴിയുമ്പോൾ പ്രിപ്പയർനെസ് കൊടുക്കാം. ഇനി അടുത്ത ഫേസ് ആണ് എന്ത്, ക്രൈസിസ് മാനേജ്മെന്റ്. ക്രൈസിസ് മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, ആഫ്റ്റർ ഡിസാസ്റ്റർ ആണ്. ഓക്കെ, ഒരു ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് കഴിഞ്ഞു. ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ക്രൈസിസ് മാനേജ്മെന്റ്. ഓക്കെ, അതിൽ ആദ്യം വരുന്നതാണ് എന്ത്, റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്ന മെഷേഴ്സ്, നമ്മൾ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെസ്പോൺസിൽ വന്നതാണ് എന്ത്, ഈ ട്രയേജ്, ടാഗിങ്, ഇതൊക്കെ എന്താണെന്ന് അറിയോ? അതായത് ഇതൊക്കെ നമ്മളൊരു ഡിസാസ്റ്റർ നടക്കുമ്പോ അല്ല, ഡിസാസ്റ്റർ സംഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഈ ട്രയേജ്, ടാഗിങ് പോലുള്ള കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോ ഇതും ആഡ് ചെയ്യുക. റെസ്പോൺസിന്റെ അടിയിൽ ഈ ട്രയേജ്, ടാഗിങ് പോലുള്ള കാര്യങ്ങളും ആഡ് ചെയ്യുക. ട്രയേജ് എന്ന് വെച്ചാൽ എന്താ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയ സംഭവമാണ് ഈ ടാഗിങ് എന്താ, ട്രയേജ് എന്താന്നൊക്കെ. ഓക്കെ, അപ്പൊ ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താ, സിവിയറിറ്റി അനുസരിച്ച്, ഒരു ഇഞ്ചുറിയുടെ സിവിയറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യും, അവിടെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സർവൈവൽ റേറ്റിന്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാരെ റാപ്പിഡ്ലി ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്, ട്രയേജ്. ഓക്കെ, ട്രയേജ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് എന്താ, അതിന് 4 കളർ കോഡിംഗ് ഉണ്ട്. ഒന്ന് റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്. റെഡ് എന്ന് പറയുന്നത് എന്താ, ഹൈ പ്രയോറിറ്റി ട്രീറ്റ്മെന്റ് ആണ്. ഹൈ പ്രയോറിറ്റി ട്രീറ്റ്മെന്റ് ഓർ ട്രാൻസ്ഫർ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതിനാണ് നമ്മൾ റെഡ് കളർ കൊടുക്കുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ റെഡ് കളർ കൊടുക്കുന്നത്. അടുത്താണ് യെല്ലോ. യെല്ലോ എന്ന് പറയുമ്പോൾ മീഡിയം പ്രയോറിറ്റി. ഓക്കെ, യെല്ലോ മീഡിയം പ്രയോറിറ്റി. അടുത്ത ഗ്രീൻ. ഗ്രീൻ എന്താ, ആംബുലേറ്ററി പേഷ്യൻസ്. അതേപോലെ തന്നെ ബ്ലാക്ക്, ഡെഫ് അല്ല കേട്ടോ, സോറി, ഡെഡ് ആണ്. ഡെഡ് ഓർ മോർബിഡ് പേഷ്യൻസ്, ഇത് ഡി ആണ്, ഡെഡ് ആണ്. ഡെഡ് ഓർ മോർബിഡ് പേഷ്യൻസ്, അത് ബ്ലാക്ക്. അങ്ങനെ 4 കളർ കോഡിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രയേജ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. ഇനി ഇതിന്റെ അടിയിൽ വന്നതാണ് എന്ത്, ടാഗിങ്. ടാഗിങ് എന്ന് പറയുമ്പോൾ എന്താ, ഈ പേഷ്യൻസിനൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ നെയിം, ഏജ്, പ്ലേസ് ഓഫ് ഒറിജിൻ, പിന്നെ ട്രയേജ് കാറ്റഗറി ഏതാ, പിന്നെ നമ്മൾ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ടാഗ് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടാഗിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താ, ഇപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുള്ളവർക്ക് ഇതിലൂടെ എന്താ, സിമ്പിൾ ആവും കാര്യങ്ങൾ. അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് അറിയാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു അവിടെ റെസ്പോൺസിന്റെ സ്ഥലത്ത് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇതിൽ ഉണ്ടാവുന്നതാണ് ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡെഡ്. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡെഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ വരുന്ന കാര്യമാണ്. ഇനി അടുത്തതാണ് റിലീഫ്. റിലീഫ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മള് ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മെഷേഴ്സ്. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, ആ സ്ഥലത്ത് ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിലീഫ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഫേസ് ബിഗിൻ ചെയ്യുന്നത് ഒരു ഔട്ട്സൈഡ് അസിസ്റ്റൻസ് കിട്ടുമ്പോഴാണ്. അതായത് ഒരു ഡിസാസ്റ്റർ ഏരിയയിലേക്ക് പുറത്തുനിന്നുള്ള ആളുകൾ എന്തെങ്കിലും സഹായത്തിനോ, അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ ഉണ്ടായ ഏരിയയിൽ മറ്റുള്ള ഒരു എക്സ്റ്റേണൽ അസിസ്റ്റന്റ്
അസിസ്റ്റൻസ് കിട്ടുന്ന സമയത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിലീഫ് ഫേസ് സ്റ്റാർട്ട് ആയത്. ഓക്കെ, അതായത് ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ, ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിലീഫ് ഫേസിൽ പറയുന്നത്. അടുത്തതാണ് റിക്കവറി. റിക്കവറി എന്ന് വെച്ചാൽ എന്താ, ദ ആക്ഷൻ ടേക്കൺ ടു റീസ്റ്റോർ ദ pre-disaster condition to build up the economy and the mental health of the affected. അതായത് എന്താ, റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ഒരു പ്രീ ഡിസാസ്റ്റർ കണ്ടീഷൻ, മുമ്പ് ഈ ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് മുമ്പ് അവിടെ എങ്ങനെയായിരുന്നോ അതുപോലെ, അല്ലെങ്കിൽ അവരുടെ ബിൽഡിംഗ് എക്കണോമി, അതേപോലെ തന്നെ മെന്റൽ ഹെൽത്ത്, അതായത് അഫക്ട് ചെയ്തിട്ടുള്ളവരുടെ മെന്റൽ ഹെൽത്ത്, അതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്, റിക്കവറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിലുള്ളത്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിലുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സൈക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എഴുതണം, ആദ്യം ഡിസാസ്റ്റർ എന്താന്ന് എഴുതാം, അത് കഴിയുമ്പോൾ ജസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ ഡിസാസ്റ്റർ എന്താന്ന് എഴുതാം, അത് കഴിയുമ്പോൾ എന്തെഴുതാ, വേണമെങ്കിൽ നാച്ചുറൽ, മാൻമെയ്ഡ് അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഈ സൈക്കിൾ വരയ്ക്കുക. സൈക്കിൾ വരച്ചു കഴിയുമ്പോൾ പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, അതിൽ റിസ്ക് റിഡക്ഷൻ അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് ഫേസിലാണ് വരുന്നത്. അത് ബിഫോർ ഡിസാസ്റ്ററും ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഡിസാസ്റ്റർ ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അപ്പൊ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കത്തും. ഓക്കെ, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റിസ്ക് മാനേജ്മെന്റ് ഫേസ്. അതെന്ന് പറയുമ്പോൾ ഡിസാസ്റ്ററിന് മുമ്പ് നമ്മൾ ചെയ്യുന്നതാണ്. അതിലെന്തൊക്കെ വരും, പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്. അടുത്തതാണ് ക്രൈസിസ് മാനേജ്മെന്റ്. ഒരു ക്രൈസിസ് ഉണ്ടായി, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്രൈസിസ് മാനേജ്മെന്റ്. അപ്പൊ എന്താ, റിലീഫ് ആൻഡ് റെസ്പോൺസ്, റിക്കവറി, റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. ഇത്രയാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് ഡിസാസ്റ്ററിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഓക്കെ, അതായത് നമുക്ക് 5 മാർക്കിന് ഓൾറെഡി പ്രീവിയസ് ചോദിക്കാറുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. 5 മാർക്കിനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എസ് തന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും, അതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഒരു പോർഷൻ ആണിത്. ഓക്കെ, താങ്ക് യു.